മാവ് കാണുമ്പോഴാണ് കൊറേ കാലമായി നമ്മളങ്ങനെ നടത്തി കൊതിപ്പിക്കണേ. എന്തായാലും എന്റെ മോനെ ഇന്ന് ഞാൻ ഉറപ്പിക്കും. അതിനാണ് ഇന്നത്തെ വരവ്. അല്ല ഒന്നും കൂടി വാ. വക്കീലില്ല ഇവിടെ? എന്താ ചൂട്? അല്ല ഇന്ന് എന്താ ചൂട് എന്ന് ചോദിക്കായിരുന്നു. വക്കീലേ, ഇന്ന് രണ്ടാലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. എന്താ പറഞ്ഞ? നാട്ടിൽ വേറെ മാവില്ലാഞ്ഞിട്ടല്ലേ ഞാനിവിടെ ഇങ്ങനെ കയറി ഇറങ്ങണേ. കഴിഞ്ഞ മാസം ഞാനൊരു സ്വപ്നം കണ്ട് ഈ മാവ് പറഞ്ഞു വീണ്ടും നിങ്ങൾ മയ്യത്തായിന്ന്. പേടിപ്പിക്കാതെ കാര്യം പറയണോ? കാര്യം പറയാൻ എപ്പോ ഇവിടെ വന്നാലും ഇവിടെ ഒരു ചർച്ച അല്ലേ. ചർച്ചയും ഒരു ഒടുക്കത്തെ ഒരു ആലോചന. നാട് മുടിക്കണ മന്ത്രിമാർക്കില്ല എത്ര വലിയ ആലോചന. മാവ് മേടിക്കാൻ നടന്ന് നാട്ടുകാരിപ്പം മാമുക്കോയ എന്നുള്ള മാവും കോയെന്നാക്കി മാറ്റി. എന്നാ മാവുക്കോയ വില പറ. വില പറഞ്ഞ് കയറ്റി മാവിനിപ്പോ തേക്കിന്റെ വിലയായി. എന്നാലും ഒരു മോഹ വില 5000 രൂപ ഒറ്റയ്ക്ക് കയറ്റിക്കോളി. നിങ്ങൾ ഇവിടെ ഒന്ന് മുട്ടിക്ക്. എവിടെ? ഇതവിടെ. എന്ത്? ഇതാണ് ഉറപ്പിക്കല്. ഇനി ഇതില് വേറെ ആർക്കും കമ്മീഷൻ ഇല്ല. നിങ്ങൾ കാരണവരെ കൊണ്ട് ഒന്ന് ഒപ്പിടിച്ചായിരുന്നു. അതൊക്കെ വേണം. ഒരു അഗ്രിമെന്റ്. പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്ന വീടല്ലേ. പെട്ടെന്ന് ആരെയും തട്ടിപ്പോയത് വെട്ടിപ്പോവില്ലേ? ഇവിടുത്തെ 2 മണ്ടന്മാര് തട്ടിപ്പോയാലും ചന്ദന മുട്ടിക്കേ കത്തിക്കൂ. എന്നാലും ഒരു ഉറപ്പിന് ഇതൊരു അഡ്വാൻസ്. താൻ പോയി എന്താ വെച്ചാൽ എഴുതിക്കൊണ്ടാ ഒപ്പുപടിച്ച. അല്ല ഞാനതൊക്കെ എഴുതി ക്ലിയർ ആക്കിട്ടാണ് വന്നത്. പോക്കറ്റ് വെച്ചോണ്ട് നിന്നാ മതി. എനിക്ക് തരണ്ടായോ ഒപ്പുപടിച്ചേരാ. ഹലോ, എന്നെ മനസ്സിലായില്ലേ? പിന്നെ ഇവിടുത്തെ അനുപമയെ നശിപ്പിച്ച ആളല്ലേ? അയ്യോ, അപ്പന്റെ ഫാനാണല്ലേ. ഏത് കറിക്കാ അരക്കുന്നത്? പുളിശ്ശേരിക്ക്. അയ്യയ്യേ, പുളിശ്ശേരിക്ക് ഇങ്ങനെയാണ് അരക്കുന്നത്. ഈ കറിക്ക് അരക്കുമ്പോഴേ ഈ ദേഹം മുഴുവൻ ഇങ്ങനെ ഗ്ലങ്ക് ചിക്കൻ അറന്നില്ല. കൈ മാത്രം ഇങ്ങനെ ആടിയാ പോരെ. ഞാനാ സേനൻ. എപ്പോ വന്നു? ഇപ്പൊ വന്നുള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളല്ലേ വിശേഷം ഉണ്ടാക്കണ ആള്. ഏതോ ഒരു ശപിക്കപ്പെട്ട നിമിഷത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. നല്ല ചൊണയുള്ള ആമ്പിള്ളേര് ഇതിലപ്പുറം ചെയ്യും. സൂക്ഷിക്കേണ്ടത് പെമ്പിള്ളേര്. അത് തന്നെ. ഇവിടുത്തെ പെണ്ണിന്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയായത്. സത്യത്തിൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ ആരാധകരാ. പിന്നെ പെണ്ണിന്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? തലകറക്കോ വല്ലതും? പച്ചമാങ്ങയും പുളിയൊക്കെ ചോദിച്ചു കാണുമല്ലോ. ഷർദല്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഈ സമയത്ത് പൂക്കുലാതെ ലേഹ്യം വളരെ നല്ലതാ. ഈ ജീപ്പ് വക്കീലേ, ഇതാരുടെ ജീപ്പാ? മഹേന്ദ്ര കമ്പനിയുടെ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ഞാൻ എൻക്വയറി ചെയ്തിട്ട് വരാം. വരൂ. അല്ലെ വരണ്ട. അരപ്പ് മതിയായോ നോക്കി. അയ്യോ സോറി. ഇതാരത്? രാജാപ്പാട്ട് രംഗതുരയോ കൊടുകൈ? നിനക്കൂടെ എന്താ കാര്യം? ഞാൻ ഈ അരപ്പിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. അല്ലല്ല, ഗ്രൈൻഡർ. നിന്നോട് പടി ചവിട്ടി അല്ലല്ലോ, ഞാൻ ജീപ്പിലാണല്ലോ ഇങ്ങോട്ട് വന്നത്. അരപ്പ് മതിയെങ്കിൽ നിങ്ങളുടെ ഇല്ലെങ്കിൽ എന്തോ കൊല്ലണോ? വേണോ? കൊല്ലം കത്തി വേണോ? വേണോ? തനിക്ക് വേണോടോ? ഇപ്പൊ ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ മാവുകളൊക്കെ ഞാൻ വാങ്ങിയിരിക്കുക. മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണല്ലേ. ഇനി എത്ര ആഗ്രഹിച്ചാലും തനിക്ക് മാവ് കിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെ വിറ്റുപോയി. സോറി. ഓഹോ, പോയാ മാവ് തർക്കം വേണ്ട വക്കീലേ. ഈ മാവൊക്കെ പൊന്നും വിലകൊടുത്ത് നമ്മൾ മേടിച്ച ഈ സാറിന് വേണ്ടി. എന്റെ പണിക്കാരനാ. ഞാനൊരു മാവ് കച്ചവടക്കാരനൊന്നുമല്ല. എനിക്കതിന്റെ ആവശ്യമില്ല. എന്നാലും ഒരു രസം. ഇത് വെച്ച് ഞാനൊരു പണിയും മക്കളെ. ഈ പണി പാളും മക്കളെ. തൽക്കാലം ഞങ്ങൾ ഈ മാവുകൾ വിൽക്കുന്നില്ല. അഡ്വാൻസ് മേടിച്ചിട്ട് വാക്ക് മാറ്റി പറഞ്ഞാലുണ്ടല്ലോ. ആ വാക്ക് ഞങ്ങൾ മാറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ തല മാറ്റാൻ പറ്റുമോ? വാക്കല്ലേ മാറ്റാൻ പറ്റൂ. വാക്ക് മാറ്റിയ നാക്ക് കാണില്ല. അയ്യോ, എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. കാരണം പ്രശ്നത മാവ് തന്നെ. ഞാൻ ആഗ്രഹിച്ച മുതലായത് അതല്ല. ഇതും കൊണ്ടേ ഞാൻ പോകൂ. അതിനു മുമ്പ് തന്നെ പോലീസുകാർ. അതുകൊണ്ടല്ലേ ഞാൻ എഗ്രിമെന്റ് ഒപ്പിടിച്ച് വാങ്ങിച്ചത്. ഏത് എഗ്രിമെന്റ്? ഇതാ ഈ എഗ്രിമെന്റ്. വായിച്ചു കൊടു സേന. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോളൂ. 2004 ജൂൺ മാസം 26-ാം തീയതി ശനിയാഴ്ച ദിവസം മേനോൻ മഠത്തിലെ പരേതനായ രാഘവൻ നായരുടെ മകൻ അച്യുതൻ നായരും, അതായത് ഈ ചങ്ങാതി, അടയ്ക്കാപ്പറമ്പിലെ കേശവൻ നായരുടെ മകൻ ചന്ദ്രസേനും, അതായത് ഞാൻ ചേർന്നുണ്ടാക്കിയ തടി വിൽപ്പന കരാർ.
മഠത്തിന്റെ വടക്കിഴക്കേ മൂലയിലുള്ള 4 മാവ് 23,500 രൂപയ്ക്ക് രണ്ടാം കക്ഷിക്ക് താഴെ പറയുന്ന പ്രകാരം തീർ കൊടുത്തിരിക്കുന്നു. കഴുത്തറപ്പം വിലയായി പോയില്ല കാരണവരെ. മേൽപ്പറഞ്ഞ മാവുകൾ 6 മാസത്തിനകം വെട്ടിക്കൊണ്ടു പോയാ മതി. മാവിന്റെ വേര് മുതൽ തല വരെ മേടിച്ചാളിന്റെ അവകാശമാണ്. തായ്വേര് വീടിന്റെ അടിത്തറ ഇളക്കുമല്ലോ വക്കീലേ. ബാക്കി വായി. തീർന്നില്ല. മാവിന്റെ തണലിൽ വിശ്രമാവകാശം, മാവിന്റെ പൂർണ്ണ ശുശ്രൂഷാവകാശം, മാവിന്റെ അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കാൻ അതിനകത്തൊരു മുറി. അപ്പൊ പിന്നെ വീട്ടിനകത്തും കേറാം. പിന്നെ കുട്ടിയുടെ മുറി ഫ്രീ ആയിരിക്കോ? കുറച്ച് മാങ്ങ പഴിപ്പിക്കാൻ വെക്കാനാ. വക്കോലിട്ട് ചാക്കിട്ട് മൂടി തീയിട്ടിട്ട് ഇങ്ങനെ. താങ്ക് യു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എന്റെ ഇത്രയും വർഷത്തെ അഭിഭാഷക വൃത്തികടയിൽ ഇത്രയും വൃത്തികെട്ട ഒരു കരാർ ഞാൻ ആദ്യമായി കാണുകയാണ്. എന്താണോ വക്കീല് എന്ത്? ഇതൊക്കെ വായിച്ചു നോക്കാതെ ആണോ താൻ ഒപ്പിടിച്ചത്? അതെ. മുത്തച്ഛ, എനിക്കൊന്നും കേൾക്കണ്ട. വേണ്ട. ഈ കരാറ് പ്രകാരം ഇനി ഒരു 6 മാസക്കാലത്തേക്ക് ഞാൻ ഈ വീടിന്റെ കോർണർ ടു കോർണർ കയറി ഇറങ്ങി കുട്ടിയുടെ ബെഡ്റൂമിലെ കട്ടിലിൽ കയറി നിരങ്ങി പൂണ്ട് വിളയാടില്ലേ ഞാൻ. അയ്യോ, ഈ സമയത്ത് ദേഹം ഇട്ടിങ്ങനെ ഒലക്കരുത്. പോയി റെസ്റ്റ് എടുക്കൂട്ടി. ഈ സമയത്ത് ഈ കുട്ടിയോട് മിണ്ടാനുള്ള അവകാശം ഈ കരാറി പറഞ്ഞിട്ടില്ല. അവകാശം ഉണ്ടല്ലോ. എങ്ങനെ? പിന്നെ വെറുതെയാണോ ഗോവയിൽ വെച്ച് ഐസ്ക്രീമിനകത്ത് മയക്കുമരുന്നിട്ട് ജങ്കും ജങ്ക്. നമുക്ക് സുപ്രീം കോടതി. മുത്തശ്ശ, എനിക്ക് മടുത്തു. ഈ ചന്ദ്രസേനന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശ എല്ലാം കാണുന്നില്ലേ? അനുപമ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ബെൽറ്റ് ബോംബ് വെച്ചവനെ തട്ടുന്നേരെ ഞാൻ ഒറ്റ അക്ഷരം വേണ്ടി പോരുത്. അയാൾ ഇവിടെ കയറി വിലസുന്നതിന്റെ ഉത്തരവാദി താനാ. ഞാനോ? ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. വക്കീല പറഞ്ഞിട്ട് എന്താ കാര്യം? ബോധം വേണം, ബോധം. ക്ഷമിക്കണം, എനിക്കൊരല്പം ബുദ്ധിമോശം മാവിൽ പറ്റിപ്പോയി. ഓ, അപ്പൊ ബുദ്ധിയില്ല, ബോധമില്ല. മോള് വിഷമിക്കാതിരി. മുത്തശ്ശി എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുത്തിക്കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാണ്ടായി മുത്തശ്ശ. ആരെന്ത് പറഞ്ഞാലും സത്യാവസ്ഥ എനിക്കറിയാമല്ലോ. എനിക്ക് നിന്നെ വിശ്വാസമാണ്. അല്ല, നമുക്ക് എല്ലാവർക്കും. കുറച്ചു നാളെ എങ്ങോട്ടെങ്കിലും മാറി നിന്നാ മനസ്സിനൊരു ആശ്വാസം കിട്ടിയേനെ. എങ്കിലെന്റെ വീട്ടിൽ വന്ന് നിന്നോളൂ. അനുവിനൊരു മുൻപരിചയമാവും. നാട്ടുകാരും ചന്ദ്രസേനെ പിന്നെയും സഹിക്കാം. നിന്റെ തള്ള സഹിക്കാനാ പാട്. എന്റെ കല്യാണത്തോട് അമ്മ പേര് നിർത്തും. പേരല്ല, പോര്. അതൊരിക്കലും നടക്കില്ല. ഈ വയസ്സാം കാലത്ത് തനിക്ക് ആര് പെണ്ണ് തരാനാ? അതൊക്കെ പറ മുത്തച്ഛ. അന്ന് ആ ജോലിക്ക് പോയിരുന്നെങ്കില് ഇനിയിപ്പോ ആലോചിച്ചിട്ട് എന്താ കാര്യം? സമയം തീർന്നിട്ടില്ല. ജോയിൻ ചെയ്യാൻ ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞ മൂപ്പരനുസരിക്കും. കൊച്ചുമോളുടെ ആഗ്രഹമല്ലേ, സമ്മതിക്കും മുത്തച്ഛ. പ്ലീസ്. നാളെ തന്നെ പുറപ്പെടാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. താങ്ക്സ് പറയേണ്ടത് എനിക്കാണ്. മിസ്റ്റർ, എന്നോട് പ്രതികാരം ചെയ്യാനല്ലേ താൻ ഈ മാവിന്റെ ചോട്ടില് മേലോട്ട് നോക്കി കിടക്കണത്? ബസ്സിൽ പിടിച്ചു നിൽക്കാതെ മാഡത്തിനെ കസരയിട്ട് കൊടുക്കണോ? നടക്കില്ല. നടക്കണ്ട, ഇരിക്കാം. വാശി മേനോൻ മഠത്തിലെ അനുപമയുടെ അടുത്ത് നടക്കില്ലെന്നാ പറഞ്ഞത്. അനുപമയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അതായത് എന്നെ. അതിലാരൊക്കെ ബലിയാടുകളായി പോയി. ഞാനല്ല, താൻ. എനിക്കതിൽ കുറ്റബോധമില്ല. തന്റെ ഈ ഇരിപ്പ് എനിക്കിപ്പോ ഹെൽപ്പായി. നാളെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യും, എയർ ഹോസ്റ്റസ് ആയിട്ട്. ഗുഡ് ബൈ. മുറിക്കോ? ഈ മാ മുറിച്ചോണ്ട് പോയ സ്ഥലം ഇടാൻ നോക്ക. കാലനല്ല, ലാലൻ. ഓ, ലാലനെങ്കിൽ ലാലൻ. നീ ഒന്ന് ആ പെണ്ണ് തന്റെ ലൈനാണല്ലേ? എങ്ങനെ മനസ്സിലാക്കി? വളർത്തു നാഹിയെ പോലെ വാലാട്ടിയുള്ള നടത്തവും വേലക്കാരന്റെ പെരുമാറ്റം കണ്ടപ്പോ തോന്നി. ആ തോന്നല് ശരിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്റെ ബീവിയാണ്. ബീവി നമ്പർ 1. അവളുടെ ആഗ്രഹം പോലെ ഹണിമൂൺ യൂറോപ്യൻ കൺട്രീസിലാണ് ഞങ്ങൾ പറക്കും. അവള് ജോലിക്ക് പോയാലേ തന്റെ സ്വപ്നമെല്ലാം പറക്കും. ഭൂകമ്പം പോലെ തകരും. അതിനാകാശത്ത് ഭൂകമ്പം നടക്കില്ലല്ലോ. ഈ പൈലറ്റുമാരുടെ സ്വഭാവം ഒന്നും എനിക്ക് അറിയില്ല മോനെ. ചില പൈലറ്റുമാര് അവളെ വിമാനം പൊക്കുന്ന പോലെ പൊക്കും, പിന്നെ നിലം തൊടിക്കില്ല. നല്ല ബെസ്റ്റ് പീസ് അല്ലേ? ആകാശത്തായതുകൊണ്ട് ഈ ചോറും പറയില്ല. അതോടെ അവൾ ആരുടെയോ ബീവി നമ്പർ 1, താൻ പൊട്ടൻ നമ്പർ 1.